പാലസിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും നല്ല കാണാൻ മനോഹരമായിട്ടുള്ള മരങ്ങളും അതേപോലെ നല്ലൊരു വിഷ്വലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പാലസ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറേയധികം സിനിമകളാണ്. കിലുക്കം, താളവട്ടം, മിന്നാരം, അതേപോലെ ഇൻ ഗോസ്റ്റ് ഹൗസ്, അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പാലസാണിത്. ഇപ്പോൾ ഈ പാലസ് ഒരു ഹോട്ടലായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റേയും അനുവദീയമാണ്. പാലസിൻ്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ അലോ ചെയ്യില്ല. എന്നാൽ പോലും നമ്മൾ ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഊട്ടിയിലെ സ്പെഷ്യലായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കിലുക്കം ഫിലിമിലെയും അതേപോലെ മറ്റുള്ള കുറേ ഫിലിമുകളൊക്കെ ഉണ്ട്. ആ ഫിലിമുകളിലേക്ക് ആ റെയിൽവേ സ്റ്റേഷനും ആ ട്രെയിനും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനും അതേപോലെ സ്റ്റേഷനും വളരെയധികം സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇപ്പോൾ ട്രെയിൻ പതുക്കെ പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ട്രെയിൻ പുറപ്പെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്.
സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇപ്പോൾ ട്രെയിൻ കൂനൂർ സ്റ്റേഷനിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഉച്ചയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്ന ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ആ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേപോലെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ലാബല്ലേ വൈ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഒരുപക്ഷെ ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഈ ഹോട്ടലിൽ കയറാതെ പോരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയി പോയാനേ. കാരണം അത്രക്ക് മനോഹരമായിട്ടുള്ള ഈ ഹോട്ടലും ഇവർ തരുന്ന ആ ഫുഡും എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്തു ഈ സ്ഥലത്ത് വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഊട്ടിയിൽ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് ഒരു ഫയറൊക്കെ അറേഞ്ച് ചെയ്തു വീടിനകത്ത്. ഞങ്ങളങ്ങനെ 2 ഫാമിലിയും കൂടി ജോയിൻ ചെയ്തിട്ട് പാട്ടും സംസാരവും ഒക്കെ ആയിട്ട് ആ രാത്രി അങ്ങോട്ട് എൻജോയ് ചെയ്തു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങണ വഴി ചായപ്പൊടി ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറി ഞങ്ങൾ കണ്ടു. അങ്ങനെ അവിടേക്കൊന്ന് കയറി. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് നല്ല ഫ്രഷ് ചോക്ലേറ്റ് നമുക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാം അല്ലേ? Chocolate factory. Sir, one ticket, one chocolate bar, come in. Oh, thank you so much. Thank you. இது என்னன்னா கொக்கோ ஃப்ரூட் சாலட், கொக்கோ பவுடர் வாங்க. இது ஓபன் பண்ணீங்கன்னா இந்த மாதிரி பீன்ஸ் இருக்கும்ல, 20 to 25 பீன்ஸ். இந்த சீதாப்பழம் சரிங்களா, கஸ்டர்ட் அந்த மாதிரி இருக்கும்.
ஃபர்ஸ்ட் அந்த சீடை மட்டும் எடுத்து காய வைக்கணும், ட்ரை பண்ணணும். ட்ரை பண்ணீங்கன்னா இந்த வாட்டர் கண்டென்ட் போக அது கூட இந்த பிட்டர்னஸ் கம்மி பண்ணும். நெக்ஸ்ட் அந்த ரோஸ்டிங் மிஷினை போட்டு 10 நிமிஷம் வறுக்குவாங்க. அது என்னன்னா சாக்லேட் ஃபிளேவர் இன்க்ரீஸ் பண்ணி தரும் உங்களுக்கு. அடுத்தது பிரேக்கிங் மிஷின்ல போட்டு வெளியேற்றத்தோடையும் உள்ளக்க வெளியும் செப்பரேட் பண்ணும். அந்த வெளியேற்றத்தோட பேக் அந்த பட்டர் எப்படி கிடைக்குதுன்னா இந்த பீன்ஸை ரோஸ்ட் பண்றதுக்கு முன்னாடி தண்ணீர் வேக வச்சு அந்த ஆயில் மாதிரி வரும், அதுதான் கொக்கோ பட்டர். உங்களுக்கு வந்து ஒயிட் சாக்லேட் வேணா கொக்கோ பட்டர் சுகர் மில்க் பவுடர் கிரைண்ட் பண்ண ஒயிட் சாக்லேட். அதே டார்க்னா 80% கொக்கோ நிப்ஸ் 20% பட்டர் இஸ் ப்ரௌனுக்கு அதை 80%. எல்லாம் அடுத்தது 1 by 1 அதை கிரைண்ட் பண்ணதுக்கு அப்புறம் ஹோல்டிங் மிஷின்ல போடுவோம். ஹோல்டிங் மிஷின் இது என்னன்னா இந்த லிக்விடா மெயின்டைன் பண்ணும். 50 டிகிரி செல்சியஸ் ஹீட் பண்ணி லிக்விடாவே வச்சுக்கணும் சாக்லேட். ஓகே. சாக்லேட் டெம்பரேச்சர் கிரைண்ட் பண்ணி சாக்லேட்டை சாஃப்ட்னஸ் தரும். ஓகே. அந்த ஸ்மூத்னஸ் தரும். ചോക്ലേറ്റും കിട്ടിയല്ലേ? അങ്ങനെ സാമ്പിൾ പീസ് കിട്ടിയിട്ടുണ്ട്. വാവ്, പല ടൈപ്പ്. ഇനി അടുത്തത് ടീ ഫാക്ടറിയിലേക്ക് വേണ്ടി. ചായപ്പൊടി പ്രോസസ്സിംഗിലേക്ക് കടന്നു. നോർമൽ ടീ മതി എനിക്ക്. ഫ്രഷ് ടീ ഫ്രം ടീ ഫാക്ടറി. ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് ചായപ്പൊടി ചോക്ലേറ്റ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട്, നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഇനി അടുത്തത് ചോക്ലേറ്റിന്റെ കടയിലേക്ക് പോകാം. സ്പൈസസ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് താഴെ, അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെ സ്പൈസസ് ഉണ്ടാവും എന്നൊക്കെ നോക്കാം. ഊട്ടിയുടെ മനോഹാരിതയൊക്കെ കഴിയണതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഓർഗാനിക് വെജിറ്റബിൾസ് ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ബീട്രൂട്ടും അതേപോലെ ക്യാരറ്റും അങ്ങനെ കുറച്ച് നല്ല നല്ല വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പിന് ശേഷം നമ്മൾ ബാംഗ്ലൂരിലേക്ക് മടങ്ങിയാണ്. നല്ലൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ ടീ പ്ലാന്റേഷനും കണ്ട് പോണ വഴിക്ക് ഞങ്ങൾ കാണില്ലെന്നാണ് വിചാരിച്ചത്, അപ്പം അതും കാണാനിടയായി. പിന്നെ അപ്പുറത്ത് ക്യാരറ്റ് തോട്ടമുണ്ട്. ക്യാരറ്റൊക്കെ പറിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊക്കെ ഫെൻസ് കെട്ടിയേക്കണതുകൊണ്ട് പറ്റില്ല. പിന്നെ അവിടെയൊക്കെ നല്ല മിസ്റ്റാണ്. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ആസ്വദിച്ചതിന് നന്ദി. ബൈ.